നടി രേവതിയെ മലയാളികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വലിയ ആമുഖത്തിന്റെ ആവശ്യമില്ല. ബുദ്ധിയും കഴിവും ഒരുപോലെ ചേർന്ന വളരെ കുറച്ച് നടിമാരിൽ ഒരാളായ രേവതിയുടെ സ്വകാര്യ ജീവിതം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. സിനിമയിൽ വന്ന് 4-ാം വർഷമാണ് രേവതി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. അന്ന് വെറും 20 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നടനും സംവിധായകനും സിനിമാറ്റോഗ്രാഫറുമൊക്കെയായ ഒത്ത ശരീരവും പൊക്കവും സൗന്ദര്യവുമുള്ള സുരേഷ് ചന്ദ്ര മേനോൻ രേവതിയുടെ മനസ്സു കീഴടക്കുകയായിരുന്നു. വിവാഹം കഴിക്കുമ്പോൾ 29-കാരനായിരുന്നു സുരേഷ് ചന്ദ്ര മേനോൻ. ഭാര്യയുടെ സിനിമാ കരിയറിന് യാതൊരു തടസ്സങ്ങളോ നിബന്ധനകളോ ഏർപ്പെടുത്തിയിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് കിലുക്കവും ദേവാസുരവും അടക്കമുള്ള മലയാളം, തമിഴ്, തെലുങ്ക് സൂപ്പർഹിറ്റ് ചിത്രങ്ങളിലൂടെ രേവതിക്ക് കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ ആർമിയിൽ മേജറായിരുന്ന കേളുണ്ണിയുടെയും ലളിതയുടെയും മകളായി കൊച്ചിക്കാരിയായാണ് രേവതി ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം ചെന്നൈയിലാണ്. ആശ കേളുണ്ണി നായർ എന്നായിരുന്നു യഥാർത്ഥ പേര്. 7-ാം വയസ്സ് മുതൽ നൃത്തം പഠിച്ച് അരങ്ങേറ്റം നടത്തിയ ആശ സ്കൂളിൽ പഠിക്കവേ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തു. ആ ഷോയ്ക്കിടെ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാൾക്ക് ആശയുടെ കുസൃതികളും മുഖവും ഭാവങ്ങളുമെല്ലാം ആകർഷകമായി തോന്നുകയും അദ്ദേഹം ഒരു സോളോ ഫോട്ടോ എടുത്ത് തമിഴിലെ ഒരു ജനപ്രിയ മാസികയുടെ കവർ പേജിനായി അയച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അത് വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ചു. ഈ മാസികയുടെ മുഖചിത്രം കണ്ടാണ് ഭാരതി രാജ മൺവാസനെ എന്ന പടത്തിലേക്ക് ആശയെ വിളിച്ചുവരുത്തി സ്ക്രീൻ ടെസ്റ്റ് നടത്തിയത്. സൗന്ദര്യം മാത്രമല്ല, അഭിനയിക്കാനും കഴിവുള്ള പെൺകുട്ടിയാണ് ആശയെന്ന് ആദ്യ ടെസ്റ്റിൽ തന്നെ ഭാരതി രാജയ്ക്ക് മനസ്സിലായി. ഭാരതി രാജയാണ് ആർ എന്ന ഭാഗ്യാക്ഷരം കൊണ്ട് രേവതി എന്ന പേര് നൽകിയതും. പിന്നീട് മലയാളത്തിൽ കാറ്റത്തെ കിളിക്കൂടും. തുടർന്ന് അതിവേഗമാണ് തെന്നിന്ത്യയൊട്ടാകെ രേവതി ശ്രദ്ധ നേടിയത്. ഒരേ സമയം മികച്ച നടിയും ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള നായികയുമായി രേവതി മാറുകയായിരുന്നു. ഒപ്പം ഒട്ടനവധി അവാർഡുകളും. ഈ തിളക്കങ്ങൾക്കിടെയാണ് 20-ാം വയസ്സിൽ സുരേഷ് ചന്ദ്ര മേനോനെ വിവാഹം കഴിച്ചത്. നല്ല സുഹൃത്തുക്കളും നല്ല ദമ്പതികളുമായിരുന്നു അവർ. ഒരേ രംഗത്തുള്ളവർ എന്ന നിലയിൽ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന 2 പേർ. എന്നാൽ ഒരു ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരായി തുടരാനാകില്ല എന്നും തമ്മിൽ പിരിയുകയാണെന്നും അവർ പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിന്റെ കാര്യകാരണങ്ങൾ ആരോടും വെളിപ്പെടുത്തിയിരുന്നില്ല. അതേസമയം വിവാഹമോചിതരായ ശേഷവും നല്ല സുഹൃത്തുക്കളായി തുടർന്നു. 2002 മുതൽ ഇരുവരും അകന്ന് ജീവിക്കുകയായിരുന്നു. വ്യത്യസ്ത കോടതികളിലായി ഇരുവരും വിവാഹമോചന ഹർജികൾ സമർപ്പിച്ചപ്പോൾ 10 വർഷമായി അകന്നു കഴിയുകയാണെന്ന് കണ്ടെത്തിയ കോടതി മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. തുടർന്ന് 2008-ലാണ് ഒരു IVF ചികിത്സയിലേക്ക് രേവതി നീങ്ങിയത്. തുടർന്ന് 2013-ൽ വിവാഹമോചനം ഔദ്യോഗികമായി ലഭിച്ചതിന് പിന്നാലെയാണ് തനിക്ക് 5 വയസ്സുള്ള ഒരു മകളുണ്ട് എന്ന് രേവതി പ്രഖ്യാപിച്ചത്. IVF ചികിത്സയിലൂടെയാണ് രേവതി മകൾക്ക് ജന്മം നൽകിയത്. ഭർത്താവ് സുരേഷ് മേനോനുമായുള്ള ഡിവോഴ്സിന് പിന്നാലെയാണ് ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിലേക്ക് രേവതി എത്തിയതും. 2002-ലായിരുന്നു രേവതിയും സുരേഷും വേർപിരിയുന്നത്. ആദ്യം ഒരു കുട്ടിയെ ദത്തെടുക്കാനായിരുന്നു രേവതിയുടെ തീരുമാനം. എന്നാൽ അത് നടക്കാതെ വന്നതോടെയാണ് കുഞ്ഞെന്ന സ്വപ്നത്തിലേക്ക് IVFലൂടെ രേവതി എത്തിയത്. അങ്ങനെ 2008-ൽ കുഞ്ഞു പിറന്നു. തൻ്റെ 48-ാം പിറന്നാൾ ദിനത്തിലാണ് രേവതി തൻ്റെ ജീവന്റെ ജീവനായ മകളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. എന്തുകൊണ്ടാണ് സിനിമാ ലോകത്തു നിന്നും അപ്രത്യക്ഷമായത് എന്നതിൻ്റെ കാരണം പങ്കുവച്ച കൂട്ടത്തിലാണ് മകളെയും അന്ന് രേവതി പരിചയപ്പെടുത്തിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.